Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സഡ് വെജിറ്റബിൾ ചിക്കൻ കറി ആട്ടോ. അങ്ങനെയും പറയാം, ചിക്കൻ അവിയലെന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതെൻ്റെ ഒരു പരീക്ഷണമാട്ടോ. ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഓർത്തുവന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ ചിക്കൻ, ഒരു വലിയ സവാള, 2 വലിയ തക്കാളി, 2 പച്ചമുളക്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഒരു കടായി ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. ഇത് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വേറെ നമ്മുടെ നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം. 10 കുരുമുളക്, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ബേ ലീഫ്. അതെല്ലാം കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടാം. കറുവപ്പട്ട ഒന്ന് കീറിയിട്ടാണ് ഇടുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെക്കുമ്പോഴത്തേക്ക് തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം കേട്ടോ. ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിതൊരു പരീക്ഷണം കണക്ക് ഉണ്ടാക്കി നോക്കിയതാട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എന്നും ആ ഒരു രീതി മാത്രമേ ഉള്ളൂ നമുക്ക്. ഞാൻ അതിന് പകരമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അറബിക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കലുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ്. അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇതൊന്ന് ചെയ്ത് നോക്കിയത്. ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. അപ്പോൾ ഈ ചേർത്തേക്കുന്ന പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസും കൂടി ചേർക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഞാൻ 1 കപ്പ് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കല്ലേ. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ മീഡിയം ഹീറ്റിലോട്ട് മാറ്റാം. ഇതൊന്ന് അടച്ചു വെക്കണേണ്. ഇനി അത് തിളക്കട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ മീഡിയം ഹീറ്റിലോട്ട് മാറ്റണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വേഗത്തില്ല, അതിൻ്റെ അകത്ത് വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേണം. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഈ ഒരു വലുപ്പത്തിൽ, ക്യാപ്സിക്കം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം.
ഞാൻ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം അരിഞ്ഞേക്കുന്നത് നമ്മൾ അവിയലിനൊക്കെ കഷ്ണം അരിയത്തില്ലേ അത് കൂട്ടാനായിട്ട് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ പെട്ടെന്ന് തന്നെ മാറിപ്പോകും കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആവട്ടെ. അപ്പോൾ ഹാഫ് കുക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ അകത്തേക്ക് ചേർക്കാം കേട്ടോ. ചിക്കൻ ഇപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ഞാൻ ആദ്യമേ ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴത്തേക്ക് ഒന്ന് കഴുകിയിട്ട് വേണം ഇടാനായിട്ടോ. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന വെള്ളം നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കാണുമ്പോൾ ഒരു അവിയൽ കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ അവിയൽ എന്ന് വേണമെങ്കിൽ പേരിടാം കേട്ടോ ഇതിനെ വേണമെങ്കിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അപ്പോൾ എല്ലാവരും ഈ കറിക്ക് ഒരു പേരും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയൂ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പേരിടാമല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെജിറ്റബിൾസും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊരു ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണേണ്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അതുപോലെ പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്